പ്രധാനമന്ത്രി കുന്നംകുളത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദി ഏപ്രിൽ 15 തിങ്കളാഴ്ച കുന്നംകുളത്തെത്തും. ചെറുവത്തൂർ ഗ്രൗണ്ടിൽ രാവിലെ 11 മണിക്കായിരിക്കും പൊതുസമ്മേളനം. ഇതിനു മുന്നോടിയായി റോഡ് ഷോയും ഉണ്ടാകും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സുരക്ഷാ പരിശോധനകൾ വരും ദിവസങ്ങളിലുണ്ടാകും. നേരത്തെ നിശ്ചയിച്ച കാര്യപരിപാടികളിൽ മാറ്റമുണ്ടാകാത്ത പക്ഷം സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി പന്തൽ നിർമ്മാണം അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. പാർക്കിംഗ് സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകും. കരുവന്നൂരിൽ റോഡ് ഷോ വേണമെന്ന് കേരളത്തിലെ BJP നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് പാർട്ടി സംസ്ഥാന ജില്ലാ ഘടകങ്ങൾ. ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി പാലക്കാട് വിക്ടോറിയ കോളേജിലെ റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവിന്റെയും സമീപ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെയും പ്രചരണത്തിനായി മോദി വീണ്ടും എത്തുന്നതോടെ പാർട്ടി ആവേശത്തിലാണ്. മോദിയുടെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് തൃശൂരിലെ സമ്മേളനത്തിലായിരുന്നു. ഇതോടെയാണ് BJP തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ കളത്തിൽ സജീവമായത്. അതിനുശേഷം പാലക്കാടും പത്തനംതിട്ടയിലും മോദി എത്തിയിരുന്നു. തുടർച്ചയായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിരന്തരമായി പ്രചരണം നടത്തുക വഴി ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലവും കിട്ടാക്കനിയായി മാറാറുള്ള ദക്ഷിണേന്ത്യയിലെ ജനവിധിയെയും എത്രമാത്രം ഗൌരവത്തോടെ BJP ദേശീയ നേതൃത്വം കാണുന്നു എന്ന് വ്യക്തമാവുകയാണ്. മുൻ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഉപരാഷ്ട്രപതിയായിരുന്ന സമയത്ത് KR നാരായണൻ എന്നിവരും കുന്നംകുളത്ത് മുൻപ് സന്ദർശനം നടത്തിയിട്ടുണ്ട്. കച്ചവട പാരമ്പര്യവും പൈതൃക സ്മരണകളും ഏറെയുള്ള കുന്നംകുളത്ത് വീണ്ടും ഒരു പ്രധാനമന്ത്രി കൂടി എത്തുമ്പോൾ ആവേശമായ കർക്കശമായ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് അധികൃതർ. ന്യൂസ് ഡെസ്ക് CCTV.